ഇപ്പം കണ്ടു, പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വെള്ളക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അവർ റെഫ്യൂജീസായിട്ട് അഭയാർത്ഥികളായിട്ട്, അതായത് അവരവിടെ വംശവിവേചനം അനുഭവിക്കുന്നതാണ് പറയുന്നത്. ഈ ദക്ഷിണാഫ്രിക്ക ആയിരുന്നു അപ്പാർത്തൈഡിൻ്റെ വലിയ വർണ്ണവിവേചനത്തിൻ്റെ വലിയ രാജ്യം. പിന്നെ 10-20-30 വർഷമൊക്കെ ഉള്ളത് പൂർണ്ണമായിട്ടില്ലാതായിട്ട് ആ രാജ്യത്തു നിന്നാണ് ഇപ്പം വെള്ളക്കാരെ, കാരണം അവരെ ആക്രമിക്കപ്പെടുന്നു, കറുത്തവരവരെ ആക്രമിക്കുന്നു, അവരുടെ സ്ഥലങ്ങൾ കൊള്ളയടിക്കുന്നു, അല്ലെ അങ്ങനെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പിസ്കോപ്പൽ സഭയോ മറ്റോ അതിൻ്റെ ബിഷപ്പോ മറ്റോ അവരെ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാലിഫോർണിയയിൽ ഇവരെ സ്വീകരിക്കാനേ വിസമ്മതിച്ചു. കാരണം ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, അത് ശരിയല്ല, ഇതിൽ ഈ പറയുന്നതിൽ ന്യായങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാണ് അത് സ്വീകരിക്കാൻ മടിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ഈ ഇടതുപക്ഷ വിഭാഗങ്ങളൊക്കെ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. വെള്ളക്കാർക്ക് അങ്ങനെ വംശീയ പ്രശ്നങ്ങളൊന്നും നേരിടുന്നവരല്ല എന്ന് പറയുന്നു. എങ്ങനെയായാലും വെള്ളക്കാർക്ക് വരാം, മറ്റുള്ളവർ വരരുത്. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം നമുക്കറിയാം ആ വംശീയമായൊരു ധ്വനിയുണ്ട്, വംശീയമായൊരു പ്രശ്നമുണ്ട്. വെള്ളക്കാരാണെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി, എന്തായാലും മറ്റുള്ളവരാരും വേണ്ട എന്നുള്ളൊരു ചിന്താഗതി വളർന്നു വരുന്നുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദയാപൂർവമായൊരു പെരുമാറ്റമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ പിള്ളേർ പൈസ കൊടുത്ത് വന്ന് പഠിക്കാൻ വന്ന പിള്ളേരാണ്. അവരെയൊക്കെ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ സ്പീഡിങ് ടിക്കറ്റ് കിട്ടി, അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ കാര്യത്തിൻ്റെ പേരിൽ അവരെല്ലാം പിടിച്ച് ജയിലിലാക്കുക, അല്ലെങ്കിൽ അവരുടെ എല്ലാം വിസ റദ്ദാക്കിയിട്ട് അവരെ പറഞ്ഞു വിടാനായിട്ട് നോക്കുക. അപ്പോൾ അതൊക്കെ ഖേദകരമായൊരു കാര്യമാണ്. അതൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷമേ ചെയ്യൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്.